നമസ്കാരം. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി നമ്മൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് അംഗനവാടി ഉദ്ഘാടന ചടങ്ങാണ്. അപ്പോൾ നമുക്കത് നേരിൽ കാണാം. മേയറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മേയർ വന്നിട്ടില്ല, വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നമുക്ക് പറയണമെന്നും കേൾക്കൂല. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം, നേരിൽ കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ മിസ്സാക്കാതെ മുഴുവനായിട്ട് കാണാം, നമ്മൾ സപ്പോർട്ട് ചെയ്യാം. പ്രമദാവനം മനരടിഞ്ഞു, പ്രണയ സൗരഭം വഴിഞ്ഞു. പ്രമദാവനം മനരടിഞ്ഞു, പ്രണയ സൗരഭം വഴിഞ്ഞു. സുനയനേ സുമുഖി സുമവദനേ സഖി. മേയറെത്തി. ചടങ്ങിലേക്ക് മേയറെത്തി. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഒരു മുറിയുടെ ഉദ്ഘാടനം ഉണ്ടല്ലേ? ഇവിടുത്തെ ഹെൽപ്പറാണല്ലേ? എടുക്കുന്നേ. ശരി ശരി. ശിവാനി അവിടെ നിൽക്ക്. പിന്നെ പോകാം. വേണ്ടുണ്ട്. അന്ന് സാറ് വന്നപ്പോഴത്തേക്കും അവിടെ പിന്നെ മാറ്റി. ശിവാൻ അത് കയറത് പിന്നെ കയറാം. ആര്യ ഇങ്ങ് വാ. അങ്ങോട്ട് പോയി. ആര്യ ഇങ്ങ് വാ. ആര്യ വൈക എവിടെ? വാ മോർണിംഗ് വാ. വരുന്നുണ്ട്.
മക്കള് ചെല്ല് ശിവാനി ചെല്ല് കോട്ടിട് കോട്ടെന്തി പോട്ടെ അമ്മ വരും. അതും എടുക്ക അവരെ കൊണ്ടുപോ. റെഡി. അവിടെ കയറുന്നില്ലേ? അങ്ങ് അകത്ത് കയറി നിന്നോ, കുഴപ്പമില്ല. അങ്ങോട്ട് കയറി നിന്നോ. ഉണ്ട്. കയറിക്കോ, അകത്ത് കയറിക്കോ. പ്രിയമുള്ളവരെ, നടപടികൾ ആരംഭിക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷനായി വേളയിൽ നടപടികൾ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ശ്രീ പ്രിയമുള്ളവരെ, വളരെ കുറച്ചുള്ള സൗകര്യങ്ങളാണ്. അത്യാവശ്യമുള്ള ആളുകളൊക്കെ കുഞ്ഞുങ്ങളെയും അകത്തേക്ക് വിടുക. ടീച്ചറോട് ശരി. പ്രിയമുള്ള അധ്യക്ഷൻ പ്രിയങ്കനായ വിക്രമൻ, ബഹുമാനപ്പെട്ട മേയർ, വളരെ കാലമായി നമ്മുടെ ഈ ഉള്ളൂർ ഓഫീസിനോടൊപ്പം ചേർന്നുള്ള അംഗൻവാടി വളരെ കൊല്ലങ്ങളായി ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷീല ടീച്ചറാണ് യഥാർത്ഥത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയാം. കാരണം പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിന്റെ മുമ്പിലാണ് ഇപ്പോ നമ്മള് ഫിറ്റ്നസ് പോലും കൊടുക്കാതിരുന്നതാണ്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഇങ്ങോട്ടേക്ക് കുട്ടികളെ മാറ്റാൻ തീരുമാനിച്ചത്. ഞാൻ കൂടുതൽ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. ഇതിന്റെ അധ്യക്ഷത വഹിക്കുന്നത് മരാമത്ത് ചെയർമാനും പള്ളിത്തറ വാർഡ് കൗൺസിലർ കൂടിയായിട്ടുള്ള ശ്രീ മേടയിൽ വിക്രമനാണ്. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മേയർ, ഇവിടെ പലരും ആവശ്യപ്പെട്ടതാണ് മേയറുടെ ഒരു ഡേറ്റ് കണ്ടെത്തി തന്നെ നമ്മൾ ഇതിന്റെ ഉദ്ഘാടനം വെക്കണം എന്നുള്ളത്. പല പേരൻസും ടീച്ചേഴ്സും എല്ലാം അതാണ് ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ മേയറുടെ സമയം എന്നാണ് നമുക്ക് ലഭിച്ചത്. മേയർ നേരത്തെയും വരാൻ തയ്യാറായിരുന്നു. നമ്മുടെ തയ്യാറെടുപ്പിന്റെ താമസം കൊണ്ടാണ് മേയർ ഇത്രയും ദിവസം നമുക്ക് മാറ്റി വെക്കേണ്ടി വന്നത്. മേയറെ നമുക്കിതിൽ ഉദ്ഘാടകയായി കിട്ടിയതിലും ഇവിടെ സന്നിധയായി താല്പര്യപൂർവ്വം മനസ്സു കാണിച്ചതിലും ഒക്കെ തന്നെ മെഡിക്കൽ കോളേജ് വാർഡിലെ പൂരാവലിക്ക് വേണ്ടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു. മറ്റൊന്ന് ഷാജിദ നാസർ, നമ്മുടെ ലൈനസ് റസോരി, നമ്മുടെ ഇതിന്റെ ക്ഷേമകാര്യ ചെയർമാനാണ്. നമ്മുടെ അംഗൻവാടികളുടെ എല്ലാം പ്രധാനപ്പെട്ട വകുപ്പാണ് ക്ഷേമകാര്യം. ഇതിന്റെ നടത്തിപ്പുമെല്ലാം ക്ഷേമകാര്യത്തിലൂടെയാണ് നടക്കുന്നത്. പ്രിയപ്പെട്ട ലൈനസ് റസൂരിക്കും സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ വികസനകാര്യ ചെയർപേഴ്സൺ ഷാജിദ നാസർ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്നു. പ്രിയപ്പെട്ട ഷാജിദ നാസറിനെ സ്വാഗതം ആശംസിക്കുന്നു. CDPO സുജാത ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ
ഉള്ളൂരി പ്രദേശത്തെ എച്ച്.എം. ഇവിടെ സന്നിധയായിട്ടുണ്ട്. ടീച്ചറിനെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇതിന്റെ അംഗൻവാടിയുടെ ചുമതലക്കാരിയായിട്ടുള്ള അജിത അവരെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പങ്കെടുത്ത മുഴുവൻ പേരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നിലവിളക്കിനിടയിൽ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മേയർ നഗരസഭയുടെ ചെയർമാൻ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനിയായ ചെയർപേഴ്സൺമാർ ശ്രീ ലൈനസ് റൊസാരിയോ, ശ്രീമതി ഷാഹിദ നാസർ, ഈ വാർഡിന്റെ കൗൺസിലറും നഗരസഭയുടെ മുൻ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടിയായിട്ടുള്ള ശ്രീ D.R. അനിൽ, വേദിയിലും സദസ്സിലുമുള്ള നമ്മുടെ അധ്യാപകർ, വർക്കർമാർ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങിനാണ് നമ്മളെല്ലാവരും നേതൃത്വം വഹിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ തിരുവനന്തപുരം നഗരസഭയുടെ ഈ സമിതി ചുമതലയേറ്റതിനു ശേഷം 3 വർഷം പിന്നിട്ട് 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നിരവധി വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്ക് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ വളരെ മാതൃകാപരമായ ഇടപെടൽ നടത്തുന്നത് സ്വാഭാവികമായും നഗരസഭ ഏത് വികസനം നടത്തിയാലും ഏത് ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയാലും അതിനോടൊപ്പം ജനങ്ങൾ നിൽക്കുന്നു എന്നറിയുമ്പോഴാണ് കൂടുതൽ പ്രവർത്തിക്കാനുള്ള അവസരം സ്വാഭാവികമായും ജനപ്രതിനിധികൾക്ക് ലഭിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ ഈ അംഗൻവാടി കെട്ടിടവും അതുപോലെ തന്നെ ഇവിടെ പുതിയതായി നിർമ്മിച്ചിട്ടുള്ള ക്ലാസ് റൂമിന്റെയും അടക്കം ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ മെഡിക്കൽ കോളേജ് വാർഡ് കേന്ദ്രീകരിച്ച് തന്നെ നിരവധി വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിൽ ഓരോന്നും ശ്രീ D.R. അനിൽ അദ്ദേഹം കൗൺസിലറായും ചെയർമാനുമായും പ്രവർത്തിക്കുന്ന സമയത്ത് ഏറ്റെടുക്കാൻ കഴിഞ്ഞ പല പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോഴും നമുക്കറിയാം, നമ്മുടെ മെഡിക്കൽ കോളേജ് അടക്കം വരുന്ന വലിയ സംവിധാനങ്ങൾ, ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന വലിയ സംവിധാനങ്ങളുള്ള ഒരു വാർഡ് കൂടിയാണ് ഈ വാർഡ്. അപ്പോൾ ആ പ്രദേശത്ത് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും, ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി നൽകാൻ തിരുവനന്തപുരം നഗരസഭ നിരവധി പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തു വരുന്നത്.
നമുക്കറിയാം ഒരു കാലത്ത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത് മെഡിക്കൽ കോളേജും അനുബന്ധ സ്ഥാപനങ്ങളും വരുന്ന ഇടങ്ങളിൽ നിന്ന് മാലിന്യം റോഡിലേക്ക് ഒഴുകി വരുന്നു എന്നതായിരുന്നു. തിരുവനന്തപുരം നഗരസഭ തീരുമാനിച്ചത് നഗരസഭ ഏറ്റെടുത്തുകൊണ്ട് ആ പ്രശ്നത്തെ പരിഹരിക്കണം എന്നുള്ളതാണ്. അതിന് നഗരസഭയുടെ മുൻ ഭരണസമിതി ശ്രീ വി കെ പ്രശാന്ത് MLA, അദ്ദേഹം മേയറായിരുന്ന കാലഘട്ടത്തിലും, അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ മണ്ഡലത്തിന്റെ MLA, അദ്ദേഹം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലുമൊക്കെ ശ്രീ കടകംപള്ളി സുരേന്ദ്രന്റെയും ഒക്കെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചു. അതിന്റെ പൂർത്തീകരണം നടത്താൻ സാധിച്ചത് ഈ ഭരണസമിതി വന്നതിന് ശേഷമാണ് എന്നത് ഏറ്റവും അഭിമാനം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരു ഭരണസമിതി ഏറ്റെടുക്കുന്നതിന്റെ തുടർച്ചയാവും എപ്പോഴും തൊട്ടടുത്ത ഭരണസമിതി വരുമ്പോൾ നിർവഹിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ ഭരണസമിതിക്ക് മെഡിക്കൽ കോളേജ് പരിസരത്തെ മാലിന്യ പ്രശ്നം ഒരു പരിധി വരെ പരിഹരിക്കാൻ സാധിച്ചു എന്നത് STP നിർമ്മിക്കുന്ന വഴി അതിനുവേണ്ടി സാധിച്ചു എന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇന്നിപ്പോ ഏത് വേദിയിൽ ഏതൊരു പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്തും ജനപ്രതിനിധികളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം, ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് മാലിന്യ സംസ്കരണത്തെ പറ്റി സംസാരിക്കുക എന്നതാണ്. നമുക്കറിയാം, നമ്മുടെ നഗരസഭാ പരിധിയിൽ ഇതിന് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു വിഷയവും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ കഴിഞ്ഞ ദിവസം ആമേഴഞ്ചാൻ തോട്ടിലുണ്ടായ സംഭവത്തിന് ശേഷം വിവിധ വകുപ്പുകളുടെ യോഗം തന്നെ ബഹുമാന്യനായ മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന സാഹചര്യം ഉണ്ടായി. കോടതിയുടെ നിരീക്ഷണമടക്കം മാലിന്യ സംസ്കരണ രംഗത്ത് വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്, നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത് എന്നതുകൂടി നമ്മുടെ മുന്നിലുള്ള ഒരു വസ്തുതയാണ്. ഇപ്പൊ മാലിന്യ സംസ്കരണ രംഗത്ത് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മറ്റു വകുപ്പുകളും സംഭാവനകൾ ചെയ്യുന്നത് പോലെ, അവരുടെ ചുമതലകൾ നിർവഹിക്കുന്നത് പോലെ വളരെ പ്രധാനമായ ഒരു കാര്യമാണ് ഓരോ മനുഷ്യനും അതിന്റെ ഭാഗമാകുക എന്നത്. നമ്മുടെ അനുഭവം ഇപ്പൊ ആമേഴഞ്ചാം തോടിൽ മാലിന്യം ഉണ്ടായി. ആ മാലിന്യം ശുചീകരിക്കാൻ ഒരു തൊഴിലാളി അവിടെ ഇറങ്ങുന്നു. ആ തൊഴിലാളി റെയിൽവേയുടെ കരാറ് പ്രകാരമാണ് അവിടെ ഇറങ്ങുന്നത്. അദ്ദേഹം ഒഴുക്കിൽപ്പെട്ട് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. 3 ദിവസം നമ്മൾ എല്ലാവരും അദ്ദേഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരാണ്. കഠിന പ്രയത്നത്തിന്റെ അടിസ്ഥാനത്തിലും അതിന്റെയൊക്കെ അവസരത്തിലും അതിന്റെ ഒരു അവസാനത്തെ ഒരു ഫലം എന്ന് പറയുന്നത്, റിസൾട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തെ നമുക്ക് ജീവനോടെ തിരിച്ചു കിട്ടിയില്ല എന്നതാണ്. പക്ഷെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഉണ്ടായ സംഭവം എന്താ? ഈ ആമേഴഞ്ചാം തോട് കേന്ദ്രീകരിച്ച് മാലിന്യ നിക്ഷേപം നടത്തുന്ന ആളുകൾ ഇങ്ങനെ ഒരു മരണം ഉണ്ടാകുമ്പോഴെങ്കിലും അതിൽ നിന്ന് തിരുത്തപ്പെടും എന്നാണ് നമ്മൾ പൊതുവെ കരുതിയത്. എന്നാൽ തൊട്ടടുത്ത ദിവസം മാത്രം നഗരസഭയുടെ എൻഫോഴ്സ്മെന്റ് ടീം പിടികൂടിയത് അനധികൃതമായി മാലിന്യം ശേഖരിച്ച് ഈ ആമേഴഞ്ചാം തോടിലേക്ക് തള്ളാൻ വന്ന 9 വാഹനങ്ങളാണ്. തൊട്ടടുത്ത ദിവസം, ഈ മരണം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം നഗരസഭ പിടികൂടിയത് വെറും ആകെ 9 വാഹനങ്ങളാണ്. അതിനുശേഷമുള്ള ദിവസങ്ങളിലും വാഹനങ്ങൾ പിടികൂടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ തൊട്ടടുത്ത ദിവസം പോലും നമ്മുടെ ആളുകളുടെ മാനസികാവസ്ഥ, ഒരു മനോഭാവം മാറിയിട്ടില്ല എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു വസ്തുതകൾ തന്നെയാണ്. അപ്പോ അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒരു പൊതുബോധം ഉണ്ടാക്കാൻ എല്ലാ പരിപാടികളിലും, ഏതൊക്കെ പരിപാടികളിൽ നഗരസഭയുടെ ജനപ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ടോ ആ പരിപാടിയിലെല്ലാം ഒരു പൊതുബോധം ഉണ്ടാക്കി മാറ്റാൻ നമുക്ക് തീർച്ചയായും സാധിക്കണം. നമ്മുടെ വീട്ടിൽ നിന്ന് മാലിന്യം പുറത്തേക്ക് വരിക എന്നതിനപ്പുറം നമ്മുടെ വീട്ടിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ നിന്ന് പോലും മാലിന്യം കൃത്യമായി സംസ്കരിക്കപ്പെടുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ, എന്നുകൂടി മനസ്സിലാക്കാൻ നമ്മുടെ ജനങ്ങൾ നഗരസഭയോടൊപ്പം സർക്കാരിനോടൊപ്പം ഉണ്ടാകണം എന്ന അഭ്യർത്ഥന കൂടി എനിക്കിവിടെ സൂചിപ്പിക്കാനുണ്ട്. നമുക്കറിയാം, നഗരസഭയുടെ വിവിധ പ്രവർത്തനങ്ങൾ ഈ കുട്ടികളുടെ മേഖലയിലടക്കം നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞ ഒരു കാലഘട്ടം കൂടിയാണ്. നമ്മുടെ ചെറിയ മക്കൾ അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ അവരുടെ മാനസിക ശാരീരിക വളർച്ച ഉണ്ടാകുന്നത് അവരുടെ ഈ പ്രായത്തിലാണ് എന്ന് പറയുന്നത്. ഇപ്പൊ കോവിഡിനൊക്കെ ശേഷം നടന്ന പല പഠനങ്ങളിലും പറയുന്നൊരു വസ്തുത എന്ന് പറയുന്നത്, അതിലെ കണ്ടെത്തൽ എന്ന് പറയുന്നത്, കോവിഡ് സമയത്ത് വീട്ടിലിരുന്ന കുട്ടികൾക്ക് മാനസികമായ സംഘർഷം ഉണ്ടായി എന്നത് ഒരു പഠനത്തിന്റെ ഭാഗമായി തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ കുട്ടികൾ മറ്റു കുട്ടികളുമായും അധ്യാപകരുമായിട്ടൊക്കെ ഇന്ററാക്ഷൻ നടക്കേണ്ടതും അവരുടെ മാനസികമായ വളർച്ച നടക്കേണ്ടതുമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ അവർക്ക് പഠിക്കാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, അത് അംഗൻവാടി മുതൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയാകട്ടെ, ഇന്നിപ്പോ ഉന്നത വിദ്യാഭ്യാസ മേഖലയടക്കം നല്ല മെച്ചപ്പെട്ട നിലയിലേക്ക് വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു.
അത്തരത്തിൽ നമ്മുടെ അംഗൻവാടി കൂടി പുതിയ നിലയിലേക്ക് നമുക്ക് ഒരു നല്ല അടിസ്ഥാന സൗകര്യത്തോടു കൂടി കുട്ടികൾക്ക് വളരാൻ ആവശ്യമായ നമ്മുടെ വീട് പോലെ തന്നെ സുരക്ഷിതമായി കുട്ടികളെ എത്തിക്കാൻ കഴിയുന്ന ഒരു കേന്ദ്രമായി മാറിയതിൽ നഗരസഭയ്ക്ക് അതിനുവേണ്ടിയുള്ള പ്രവർത്തനം ഏറ്റെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം കൂടി ഞാൻ ഇവിടെ പങ്കുവയ്ക്കുന്നു. അത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ നാടിന്റെ ഉന്നമനത്തിനു വേണ്ടി സമൂഹത്തിന്റെ മുന്നേറ്റത്തിനു വേണ്ടി ഒരുമിച്ച് നിൽക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി കൂടി അറിയിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യം. അടുത്തതായി കുട്ടികൾക്ക് ID കാർഡ് കൊടുക്കുന്ന പ്രോഗ്രാമാണ്. ഒരാൾ ആരാണ് ഫെലിക്സ് വരണം. ആ ആ ഇനി നമുക്കിവിടെ പാലുകാച്ചൂടെ ഉണ്ട്. അത് നന്ദി പറഞ്ഞതിന് ശേഷം നന്ദി പറയുന്നതിന് വേണ്ടി CDP ബഹുമാനപ്പെട്ട മേയർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, പ്രിയമുള്ളവരെ, ഇത് നടക്കുകയാണ്. ഇന്ന് വന്നെത്തിയ എല്ലാവർക്കും ഒറ്റ വാക്കിൽ വളരെയധികം നന്ദി. ഞാൻ ടൈസിന്റെ പേരിൽ നഗരസഭയുടെ പേരിൽ അറിയാം. ഇതാണ് വലിയ എളുപ്പം. ഒഴിക്കുന്ന പണം ഇതാണ് അരിയില്ല പായസം. അരിപ്പായസം വരണം, അങ്ങോട്ട് വന്നോട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.